ബിഗിയത്തുൽ മുസ്തർശിദീൻ 486 അള്ളാഹുവിലേക്ക് ആവശ്യങ്ങൾ നിറവേറാൻ തവസ്സുലാക്കൽ ഖബീഹാണെന്ന് പറയുന്നുണ്ടല്ലോ, ഇതിന് ഉസ്താദിന്റെ മറുപടി എന്താണെന്ന് ആഗ്രഹിക്കുന്നു. എന്താ പറഞ്ഞത് ഒന്നുകൂടി? ബിഗിയത്തുൽ മുസ്തർശിദീൻ 486 ആവശ്യങ്ങൾ നിറവേറാൻ അള്ളാഹുവിലേക്ക് തവസ്സുലാക്കൽ ഖബീഹാണ് എന്ന് ഉണ്ട്. ഇതിനെ സംബന്ധിച്ച് ഉസ്താദിന്റെ മറുപടി എന്താണ്? അങ്ങനെ ഇല്ല. ഇബാറത്ത് വായിക്കാം. അമ്മാ ജഅലുൽ വസായിതി ബൈനൽ അബ്ദി വ ബൈന റബ്ബിഹി ഫഇൻ കാന യദ്ഉഹും കമാ യദ്ഉല്ലാഹ തആല ഫിൽ ഉമൂരി ഫയഅതഖിദു തഅ്സീറഹും ഫീ ശൈഇൻ മിൻ ദൂനില്ലാഹി ഫഹുവ കുഫ്റുൻ ഫഇൻ കാന മുറാദുഹു അത്തവസ്സുല ബിഹിം ഇലല്ലാഹി ഫീ ഖളാഇ മുഹിമ്മാതിഹി മഅ ഇഅ്തിഖാദിഹി അന്നല്ലാഹ ഹുവൻ നാഫിഉൽ ളാറുൽ മുഅസ്സിറു ഫിൽ ഉമൂരി ഫല്ലാഹിറു അദമു കുഫ്രിഹി വഇൻ കാന ഫിഅലുഹു ഖബീഹ. നിങ്ങൾ എന്താ അർത്ഥം പറയും? മനസ്സിലായോ? അല്ല, നിങ്ങളെ അർത്ഥം പറയും. അർത്ഥം അല്ല, നിങ്ങളതാ കബീഹാണ് എന്നൊന്ന് മനസ്സിലാക്കിയില്ലേ? ആ അർത്ഥം ആ വാക്കിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ മതി. തൽക്ക വായിക്കേ. അള്ളാഹുവിന്റെയും അങ്ങനല്ല, അർത്ഥം വെക്കി, ഓരോന്ന് വായിച്ചിട്ട് അർത്ഥം വെക്കി. ഫൈൻകാന മുറാദുഹു അവിടെ പോരാ, നിങ്ങൾ വായിച്ചോടത്തുനിന്ന് അർത്ഥം വെക്കി. അമ്മാ ജഅലുൽ വസായിത്തി അതിനർത്ഥം വെക്കി. അമ്മാ ജഅലുൽ വസായിത്തി വസീത്തകളെ ആക്കലാകുന്നത്. ആക്കുക എന്ന് പറഞ്ഞാല് വസീത്തകൾ ഉണ്ടാക്കലാകുന്നത്. വസീത്തകൾ ഉണ്ടാക്കുക. ഉണ്ടാക്കുക എന്ന് പറഞ്ഞാല് നിർമ്മിക്കുക. മാധ്യമം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം മാധ്യമമാക്കുക. മാധ്യമം ആക്കുക. ആക്കുക എന്ന് പറഞ്ഞാല് മാധ്യമമാക്കുക. അങ്ങനെ പറഞ്ഞാൽ പോരാ. ജഅലുൽ വസായിത്തി എന്നതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞാൽ മതി. മാധ്യമങ്ങളെ ഉണ്ടാക്കൽ. ഉണ്ടാക്കൽ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? നിർമ്മിക്കുക അല്ലേ? അപ്പൊ വസീത്തകളെ നിർമ്മിക്കുക. ഇപ്പൊ നിർമ്മിക്കുന്ന ഒരു കൂട്ടം വസീത്തയാണത് അല്ലേ? അല്ലേ? അതെന്താ ഉദ്ദേശം? ഇവിടെ നമ്മൾ നിർമ്മിക്കണില്ലല്ലോ. അള്ളാഹുവിന്റെ ആക്കലല്ല നിങ്ങൾ പറയുന്നത്. വസീത്തനെ നിർമ്മിക്കൽ എന്നപ്പം നിങ്ങൾ പറഞ്ഞേ അല്ലേ? വസീത്തനെ നിർമ്മിക്കൽ എന്നല്ല ഇപ്പം നിങ്ങൾ പറഞ്ഞേ. നിർമ്മിക്കൽ എന്നതും ആക്കലും ഒന്നല്ല. ആക്കലാണെങ്കിൽ അതെന്താണെന്ന് പറയണം, നിർമ്മിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയണം. നിർമ്മിക്കാന്ന് പറഞ്ഞാൽ അത് വ്യക്തമായല്ലോ. അപ്പൊ പടക്കുക, പടക്കപ്പെടുന്ന ഒരു മാധ്യമം. അപ്പൊ ആരാ പടക്കണേ? പടക്കുന്ന ഈ വാസിത്ത് ആരാ ഉണ്ടാകും? മുത്തവസ്സിൽ. അല്ല, ആരാണ് മുത്തവസ്സിൽ എന്നറിയില്ല. മുത്തവസ്സിലൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. ഉണ്ടാക്കുന്നയാള് അള്ളാഹുവിന്റെയും തന്റെയും ഇടക്ക് മാധ്യമങ്ങളെ പടക്കൽ അല്ലേ? അതിന്റെ അർത്ഥം അതല്ലേ? മാധ്യമങ്ങളെ പടക്കൽ. അപ്പൊ പടക്കപ്പെടുന്ന മാധ്യമത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? നമ്മളിവിടെ പടക്കപ്പെടുന്ന മാധ്യമത്തെ കുറിച്ച് സംസാരിച്ചിട്ടില്ലല്ലോ. നമ്മളെ ഈ ശരിക്കും തർക്കവിഷയം വരുന്ന അവിടെയല്ല. അല്ല, വിളിക്കട്ടെ, ഇവിടുന്ന് തുടങ്ങണം. ഇവിടുന്നാ പോകുന്നത്. ഫൈൻകാന മുറാദുഹു എന്ന് പറഞ്ഞ് പോകണമെങ്കിൽ എന്താ വിഷയം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി പോകണം. അത് മനസ്സിലാൻ വേണ്ടി ഉസ്താദാണ് ചോദിച്ചത്. എന്താ അതാണല്ലോ ചോദിക്കുക. അമ്മാ ജഅലുൽ വസായിത്തി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് എന്നാ ചോദിക്കുക. നിങ്ങൾ അങ്ങനെയല്ലല്ലോ ചോദിച്ചത്. ഇതിന്റെ മറുപടി എന്താണെന്ന് ആഗ്രഹിക്കുന്നത് ചോദിച്ചത്. അത് മനസ്സിലായി. പക്ഷെ നിങ്ങൾ പറഞ്ഞത് തവസ്സുൽ ഖബീഹാണ് എന്ന് ബിഗിയിലുണ്ടല്ലോ എന്നാണ്. അത് കാരണം ഫൈൻകാന മുറാദുഹു തവസ്സുല ബിഹി. ഫൈൻകാന മുറാദുഹു, ആരുടെ മുറാദ് എന്നാ? ഈ ജാഹിലിന്റെ മുറാദ്. അപ്പൊ ജാഹിൽ ആദ്യം തിരിയണ്ടേ? ജാഹിലിന്റെ മുറാദ് തിരിയാണെങ്കിൽ ആ ജാഹിലും അയാളെ ജാഹിലും എന്താണെന്ന് തിരിയണ്ടേ? അതെന്താണ് തിരി? എന്നാ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ല തീരെ അല്ലേ? ഇല്ല ഇല്ല. എന്നാ ഞാൻ പറഞ്ഞുതരാം. ഈ പറയുന്ന വാക്യം ബിഗയിൽ വന്നത് ഫതാവൽ കുർദി എന്ന കിതാബിലുള്ള ഇമാം കുർദിന്റെ ഫതാവന്റെ ചുരുക്കാണ്. ഫതാവൽ കുർദി എന്ന കിതാബിൽ കുർദി ഇമാമിന്റെ ഫത്വയിൽ ഒരു ഫത്വ ചോദ്യമുണ്ട്. ആ ചോദ്യം ഉത്തരം ആദ്യം പഠിക്കണം. ആ ചോദ്യം പറയുന്നത് എന്താണെന്നറിയോ? അമ്മാ മൻ ജഅലൽ വസായിത ബൈനഹു വ ബൈന റബ്ബിഹി ഫഖദ് കഫർ. ഹംബലി മദ്ഹബുകാരിൽ ഒരു കൂട്ടം ആളുകൾക്ക് റദ്ദത്തിന്റെ ബാബ്, മുർത്തദിന്റെ ബാബുകൾ വിവരിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളുടെ ഏതോ പഴയ കാലത്ത് കഴിഞ്ഞ ഒരാളുടെ അറബി വാക്യാണ്. തന്റെയും തന്റെ പടപ്പിന്റെയും ഇടയിൽ മാധ്യമങ്ങളെ ആക്കിയവർ, അതായത് വിശ്വസിച്ചവർ, മാധ്യമങ്ങളെ വിശ്വസിച്ചിട്ട് അത് നടപ്പാക്കിയവർ, അവർ ഫഖദ് കഫർ, കാഫിറായി എന്നാണ് ആ വാക്യം. ഈ വാക്യത്തെക്കുറിച്ച് നിങ്ങളുടെ കാര്യം എന്താണ്, ഉത്തരം എന്താണ് എന്ന ഫതാവൽ കുർദിയിലുള്ള ചോദ്യം. ഈ ചോദ്യത്തിന്റെ അർത്ഥം, ഈ ചോദ്യത്തിന്റെ ഫത്വ ബഹുമാനപ്പെട്ട ഇമാം കുർദി വിവരിക്കുന്നതാണ്. നിങ്ങൾ വായിച്ചോന്ന് പറഞ്ഞാണ്. നിങ്ങൾ വായിച്ചോന്ന് വായിക്കും.
അമ്മാ ജഅലുൽ വസായിത്തി ബൈനൽ അബ്ദി വ ബൈന റബ്ബിഹി. ആ പറഞ്ഞ ഇബാറത്തിലെ അള്ളാഹുവിൻ്റെയും തനിക്കും ഇടയിലുള്ള മാധ്യമങ്ങളെ വിശ്വസിക്കലും മാധ്യമങ്ങളെ പ്രാർത്ഥനയിലും മറ്റൊക്കെ ആക്കലും ഇങ്ങനെ ആക്കുന്നയാള് ഇതേ മാധ്യമങ്ങളോട് പ്രാർത്ഥിക്കുന്നത് ആണെങ്കിൽ അള്ളാഹു എന്നുള്ള നിലക്ക് അള്ളാഹുവിനോട് ഇലാഹ് എന്നുള്ള നിലക്ക് പ്രാർത്ഥിക്കുന്നത് പോലെയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഇതേ മാധ്യമങ്ങൾക്ക് സ്വയമായി കൈകാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷിയുണ്ടെന്ന് അയാൾ വിശ്വസിക്കുന്നുമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പുറമെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇലാഹായ നിലയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടെന്ന് അയാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് കുഫറാന്നുള്ള കാര്യത്തിൽ സംശയമല്ല. നിങ്ങൾക്ക് കുഫറിന് വ്യത്യാസമുണ്ടോ? നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ? കുഫറല്ലേ? ആ, നേരെ മറിച്ച് ഇങ്ങനെ ഒരാൾ മാധ്യമങ്ങളെ അള്ളാഹുവിനും തനിക്കും ഇടയിലാക്കുമ്പോൾ അയാളുടെ ഉദ്ദേശമാണെങ്കിൽ ആ തവസ്സുല ബിഹി ഇലല്ലാഹി അള്ളാഹുവിലേക്ക് വസീലയാക്കുക എന്നിട്ട് പ്രാർത്ഥിക്കുക എന്നതാണ് ഉദ്ദേശ്യമെങ്കിൽ അവന്റെ മുഖ്യമായ കാര്യങ്ങൾ നിർവഹിച്ചു തരുന്നതിൽ അള്ളാഹുവിലേക്ക് വസീലയാക്കുക എന്ന ഉദ്ദേശമുള്ളൂവെങ്കിൽ തവസ്സുൽ, നമ്മളെ തവസ്സുൽക്ക് ഇപ്പം ഒന്ന് ആ തവസ്സുലാണ് ഉദ്ദേശമെങ്കിൽ അള്ളാഹു മാത്രമാണ് എല്ലാ ഉപകാരങ്ങളുടെയും എല്ലാ കൈകാര്യങ്ങളുടെയും എല്ലാ ഫലങ്ങളുടെയും ഒക്കെ യജമാനൻ എന്ന വിശ്വാസത്തോടുകൂടെ അള്ളാഹുവിലേക്ക് വസീലയാക്കുക എന്ന് മാത്രമേ ഉദ്ദേശമുള്ളൂവെങ്കിൽ എന്നാൽ നമുക്ക് അയാളെ സംബന്ധിച്ച് മനസ്സിലാകുന്നത് അതുമു കുഫിരിഹി അയാൾ മരണം വരെ കാഫിറാകാതെ മൂമിനായി ഹുസ്നുൽ ഖാത്തിമത്തിൽ മരിക്കും എന്നാണ്. കാരണം അയാൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്പിയാക്കളുടെ സദാചാരമായ തവസ്സിലാണ് ചെയ്തത്. നിങ്ങളതാണ് ഫത്താവൽ കുർദിയിലെ ഫത്വ വായിക്കണം എന്ന് പറയുന്നത്. അത് വെച്ച് ഞാൻ അർത്ഥം വെക്കല്ലേ, ഏത് അർത്ഥത്തിലാ പേവ് എന്ന് നിങ്ങൾ പറയും, എന്റെ ഏത് വാക്യത്തിന്റെ അർത്ഥത്തിലാ പേവ് നിങ്ങൾ പറയും. ഫല്ലാഹിറു വല്ലദി യദ്ഹറു എന്നൊക്കെ കിതാബ് പറയല്ലേ, അതറിയോ? ആ, ഫല്ലാഹിറു ഇങ്ങനെയുള്ള തവസ്സുകാരന്റെ അവസ്ഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതുമു കുഫിരിഹി അവൻ കാഫിറാവുകയേ ഇല്ല എന്നാണ്. മരിക്കുന്നത് വരെ അയാൾ കാഫിറാവൂല, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട പ്രവർത്തനമാണ് അയാൾ ചെയ്തത്. ഇനി വായിക്കും. ആ പറഞ്ഞവൻ ഫഖദ് കഫർ ജഅലൽ വസായിത എന്നൊക്കെ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞല്ലോ ചോദ്യത്തിലുള്ള ആള് ഏതോ ഒരാള് അമ്മാ മൻ ജഅലൽ വസായിത ബൈനഹു വ ബൈന റബ്ബിഹി അല്ലേ, ഫഖദ് കഫർന അവൻ ആ ഫേലിനെ ജഅല എന്ന പ്രവൃത്തിയെ ഉപയോഗിച്ചത് മഹാമോശം പെരുമാറ്റമാണെങ്കിലും നിയമപ്രകാരമല്ലാത്ത പെരുമാറ്റമാണെങ്കിലും. അങ്ങനെ ഒന്ന് കേട്ടുകണോ? വാക്ക് പെരുമാറുന്നതിൽ നിയമപ്രകാരമല്ലാത്ത പെരുമാറ്റമുണ്ട്. ജഅലൽ വസായിത്ത ബൈനഹു വ ബൈന റബ്ബിഹി എന്ന് പറയുന്നിടത്ത് ജഅല എന്നത് ഒരു ഫേലല്ലേ, ആ ഫേലിന് രണ്ട് മഫൂല് വേണ്ടേ? അപ്പൊ ജഅല ഒരുത്തനാക്കി, ബൈനഹു വ ബൈന റബ്ബിഹി തനിക്കും തന്റെ റബ്ബിനും ഇടയിൽ, അൽ വസായിത്ത ഇടയാളരെ ഇടക്കാക്കി എന്ന് പറയുന്ന വാക്ക് ശരിയാണോ? അങ്ങനെയല്ല, അതല്ല പറയുന്നത്. നിങ്ങൾ ഓരോ ചിന്തിക്കാണ് ഇപ്പൊ പറഞ്ഞാൽ അതല്ല. ബസീത്തും വർക്കൊന്നും ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടില്ല. ജഅലൽ വസായിത്ത മാധ്യമങ്ങളെ ഒരുത്തൻ ആക്കി, ഇടയാളരെ ആക്കി, ബൈനഹു വ ബൈന റബ്ബിഹി തന്റെയും റബ്ബിന്റെയും ഇടക്കാക്കി. ഇടക്കുള്ളതിനെ ഇടക്കാക്കി എന്ന വാക്കിന്റെ പെരുമാറ്റം ശരിയാണോ? മഫൂല് രണ്ടും ഒന്നല്ലേ അല്ലേ? എന്താ സമ്മതിച്ചൂടാത്ത? ഒന്നാണ് അല്ലെങ്കിൽ അല്ല, രണ്ടാളൊന്ന് പറയും. അങ്ങനെ ആക്കി നോക്കുമ്പോ ആക്കി തന്നെ ജാലന്റെ അർത്ഥം. ജാലൽ നിങ്ങൾ പടക്കൽ പറഞ്ഞാൽ ഞാൻ അവിടേക്ക് എത്തിയിട്ടില്ല. അതിപ്പോ നമ്മൾ പറഞ്ഞിട്ടില്ല. അത് മുറ്റത്തിലത്തിന്റെ അർത്ഥം അപ്പൊ അവിടേക്ക് പറഞ്ഞിട്ടില്ല. നിങ്ങളിപ്പോ പറഞ്ഞേ മനസ്സിലാക്കി. നിങ്ങൾ വേറൊരു മറുപടി പറഞ്ഞാൽ പോരല്ലോ, ഞാനല്ല മറുപടി പറയണേ. എന്റെ അഭിപ്രായം നിങ്ങൾക്ക് തിരിയേണ്ടി. ഞാൻ ഫത്താവൽ കുറിച്ച് വായിച്ചിട്ടാ പറയുന്നത്. അപ്പൊ ഫത്താവൽ കുറിച്ച് വായിച്ചിട്ട് ആ ചോദ്യത്തിൽ ജഅലൽ വസായിത്ത ഇടയാളരെ അവൻ ആക്കി, ബൈനഹു വ ബൈന റബ്ബിഹി തനിക്കും റബ്ബിനും ഇടക്കാക്കി. ഇടയാളരെ ഇടക്കാക്കി എന്ന പ്രയോഗം യുക്ബഹു യുക്ബഹുൽ ഇൽവാഉ നൽഫിലോദിക്കണോ? ആ കബീഹനത് ഫിഅലുഹു ആ പറച്ചിലാരം പറഞ്ഞ ജഅല എന്ന ഫിഅല് അവൻ ഉപയോഗിച്ചത് കബീഹൻ നിയമവിരുദ്ധമായ ഉപയോഗമാണെങ്കിലും എന്നാ പറഞ്ഞത്. സംശയം തീർന്നല്ലോ? അൽഹംദുലില്ലാഹ്.